രണ്ട് തലമുറയ്ക്ക് മുഴുവൻ കനിയേകിയ മാവാണ്. തേനൂറുന്ന മാമ്പഴങ്ങൾ തന്ന കാലം വിസ്മൃതിയിലാണ്. 150 വർഷത്തെ ജീവിതത്തിനിടെ ചുറ്റുമുള്ളവരൊക്കെ അന്യമായി. മനസ്സ് മരവിച്ച മാവിൽ മാമ്പൂ പൂവിട്ട കാലം മറന്നു. ഇത്തിൽ കയറി ചില്ലകൾ നശിച്ച് മഴ വീഴുന്ന നാള് എണ്ണിക്കഴിയുകയാണ് സേലം മാവ്. തലമുറകൾ കൈമാറി തന്ന വൃക്ഷങ്ങളെ അന്യമാക്കാൻ ആഗ്രഹിക്കാത്ത നല്ല മനസ്സുകൾ ഇന്നുമുണ്ട്. അക്കൂട്ടത്തിൽ പെടുത്താം നമ്മുടെ ബിനുമാഷിനെ. എടുത്തോണ്ട് പോയിട്ടേ മാവിൻ്റെ വീട്ടിലേക്ക് വിഴാലരി പാലിൽ കുഴച്ചതാണ്. യാനി ഭൂതാനി വസന്തയാനി ബലീം ബൃഹത്വ വിധിവൽ പ്രയുക്തം അന്നത്രവാസം പരികൽപ്പയാമി ക്ഷമതുദാനാദ്യ നമസ്തേപ്പി എന്നാണ്. വർഷം പഴക്കമുള്ള മാവാണിത്. ഇതിൻ്റെ വാർദ്ധക്യം മാറി പുതുജീവൻ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. നമുക്കും അതിൽ പങ്കാളിയാവാം. കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും. അതിന് ചില പ്രശ്നങ്ങളൊക്കെ കാലക്രമേണ ഉണ്ടായി. അങ്ങനെ സത്യം പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസിൽ തന്നെ വന്നൊരു വാർത്ത കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വൃക്ഷ ചികിത്സ ചെയ്യുന്ന ഒരാളെ പറ്റി അറിയാൻ സാധിച്ചത്. 27 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടെ കുട്ടികൾക്ക് അറിവ് പകരുന്നതിനൊപ്പം പരിസ്ഥിതിയെ ജീവിതത്തോട് ചേർക്കുകയാണ് ബിനുമാഷ്. ശ്വാസം നിലക്കാറായ മരങ്ങൾക്ക് പുതുജീവൻ പകരുമ്പോൾ ബിനുമാഷിന്റെ മനസ്സിനോട് മരം മന്ത്രിക്കും. പിന്നെയുള്ള നിമിഷങ്ങൾ ഇരുവരുടെയും ലോകമാണ്. കൃഷിവര്യന്മാർ കാലങ്ങളായി പിന്തുടർന്നു പോന്ന ആയുർവേദ കൂട്ടുകളാണ് മരങ്ങളുടെ രോഗങ്ങൾക്കുള്ള പ്രതിവിധി. ബിനുമാഷിന് ഇതൊക്കെ ഹൃദയസ്ഥമാണ്. നമ്മുടെ 16ൽ പരം മരുന്ന് കൂട്ടുകൾ ചേർത്തെടുത്ത മിശ്രിതം ഒരേ അളവിൽ, ഒരേ നിറത്തിൽ, ഒരേ മണത്തിൽ, ഒരേ രുചിയിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പനിയിൽ നിൽക്കുന്ന ഒരു മരം തണുക്കുകയാണ്. പനി എന്ന് പറയുന്നത് ചൂടാണ്. ആ ചൂടിൽ നിന്ന് ഇവൻ തണുപ്പിലേക്ക് വരാം. ചികിത്സക്കിടെ അവർ തമ്മിലുള്ള സൗഹൃദം ഒരു ആത്മബന്ധത്തിലേക്ക് പതുക്കെ മാറും. കായ്കനികൾ നിറഞ്ഞ നീയുമായി കിളികളും അണ്ണാറക്കണ്ണനും ചങ്ങാത്തം കൂടുമ്പോൾ ഞാൻ വരും നിന്നെ കാണാൻ. ആന്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാംപ്രസാദ് ഉത്തമൻ ചേർന്ന് തത്സമയം. ശ്യാം, നമുക്ക് ഈ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു രീതി പണ്ട് കാലം മുതലേ ഉണ്ട്. അത് വൃക്ഷങ്ങളായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും എല്ലാം. എനിക്ക് തോന്നുന്നു അത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നാണ്. അത് വീണ്ടും തിരിച്ചു വരികയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിൽ വളരെ എന്താ പറയുക, സൗഹാർദ്ദപരമായി അതിനോട് ഇടപെടുന്ന ആ ബിനുമാഷ് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ അധ്യാപകരല്ലാതെ മറ്റാർക്കാണ് കഴിയുക? തീർച്ചയായിട്ടും മൂർത്തി പറഞ്ഞതുപോലെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കേണ്ടവരാണ് അധ്യാപകർ. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ബിനുമാഷ് നടത്തുന്നത്. പക്ഷേ ഒരു ഹിന്ദി അധ്യാപകൻ എന്തിന് ഇങ്ങനെ ഒരു പ്രകൃതി സ്നേഹവും മറ്റുമൊക്കെ ആയിട്ട് പോകണം എന്ന് ചോദിച്ചാൽ, പക്ഷേ അദ്ദേഹം പറയുക, എനിക്ക് പ്രകൃതിയോടുള്ള ആ ഇണങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ ആ പ്രകൃതിയാണ് ഏറ്റവും ആദ്യം എന്ന് അദ്ദേഹം പറയും. കാരണം ഈ അധ്യാപനത്തിലേക്കാൾ ഏറെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ഈ വൃക്ഷചികിത്സയും ഈ പ്രകൃതി സ്നേഹവും ഒക്കെയാണ്. അതുതന്നെയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടും അദ്ദേഹം പകർന്നു നൽകാറുള്ളതും. ഈ ബിനുമാഷ് ഈ കൊച്ചിയിൽ വന്ന് ഇത്തരമൊരു മരം, ആ വീട്ടുടമയാണ് തൻ്റെ അച്ഛൻ പൂർവികരായി വളർത്തിവെച്ച ആ മരം വെട്ടിക്കളയാതെ, സ്വാഭാവികമായിട്ടും ആ മരം വെട്ടി മാറ്റിയാൽ ഒരുപക്ഷെ അവർക്ക് അങ്ങോട്ട് പൈസ കിട്ടും. ഇത് ഇങ്ങോട്ടേക്ക് പൈസ മുടക്കി ആ മരം അങ്ങനെ സംരക്ഷിക്കുകയാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ ആ മരം വീണ്ടും അതിൻ്റെ വാർദ്ധക്യമൊക്കെ മാറി വീണ്ടും ഒരു
ഒരു പുതിയ ഒരു ജന്മം എടുക്കുകയാണ്. ആ വലിയ മാവ് മുത്തശ്ശി ഒരു പുതിയ ജന്മമെടുത്ത് വീണ്ടും ഒരുപാട് കിളികളും അണ്ണാറക്കണ്ണനും ഒക്കെ വന്ന് ആ മാമ്പഴവും മറ്റുമൊക്കെ കുത്തി തിന്ന് അവർക്കുമൊക്കെ ആ ഒരു പങ്കുപറ്റാൻ പറ്റുന്ന ഒരു നല്ല ഒരു മനോഹരമായൊരു കാലം, ഇതൊക്കെയാണ് അദ്ദേഹവും സ്വപ്നം കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനോടകം 200-ലധികം മരങ്ങൾക്ക് ചികിത്സ നൽകി കഴിഞ്ഞിട്ടുണ്ട് ബിനുമാഷ്. സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രകൃതി സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഈ തൈയും മറ്റുമൊക്കെയാണ് നട്ടുവെക്കാറ്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ വാർദ്ധക്യം പൂണ്ട് വിസ്മൃതിയിലേക്ക് പോകുന്ന മരങ്ങളെയൊക്കെ വീണ്ടും ഒരു പുതുജീവൻ നൽകി അതിനെ വീണ്ടും മുളപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടും കായ്പ്പിക്കുക എന്നൊക്കെ പറയാറില്ല. എന്ന് പറയുന്നത് പോലെ അതൊരു പ്രത്യേകതരം ഒരു അനുഭവമാണ് അത് ചെയ്യുമ്പോൾ. നമുക്ക് അവസാനം കാണാം ആ മരത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവർ ഇരുവരും മന്ത്രിച്ച് സംസാരിച്ചാണ് മടങ്ങുന്നത്. അദ്ദേഹം തന്നെ എന്നോട് പറയുകയുണ്ടായി, ഈ മരവുമായിട്ട് നമ്മളിങ്ങനെ ഇടപഴകുമ്പോൾ നമുക്ക് മരവുമായിട്ട് സംസാരിക്കാൻ പറ്റും, അങ്ങനെ മരത്തോട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വളരെ നല്ല രീതിയിൽ ഉന്മേഷം തരുന്ന ഒന്നാണ് മരം എന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകത്തിൽ സുന്ദർലാൽ ബഹുഗുണയുടെ ചിത്രം നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഏറ്റവും പ്രശസ്തമായ ആ ചിത്രം മരത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല ഈ മോത്തി പറഞ്ഞപ്പോൾ എനിക്ക് ഈ ബിനുമാഷും അങ്ങനെ ആ മരത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പുളുകിപ്പോകുമ്പോൾ അതുതന്നെയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, പ്രകൃതിയുടെ സംരക്ഷണത്തിനൊക്കെ ഇവരൊക്കെയാണ് കാവലാളാകേണ്ടത്. ഇവരെയൊക്കെയാണ് നമ്മളെല്ലാവരും കുട്ടികളടക്കം മാതൃകയാക്കേണ്ടത്. ഈ അധ്യാപനത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഇന്ന് പങ്കുവച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് മോത്തി. തീർച്ചയായിട്ടും ശ്യാം.